ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. യജ്ഞശാലയിൽ സ്ഥാപിക്കാനുള്ള ജ്യോതിപ്രയാണം കഴിഞ്ഞ ദിവസം കുരുക്ഷേത്രയിലെ ഭീഷ്മഖുണ്ടിൽ നിന്നും ആരംഭിച്ചിരുന്നു. ജ്യോതിരഥത്തിന് മയൂർ വിഹാറിൽ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണ പരിപാടി ഒരുക്കുകയാണ്. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നും ആരംഭിച്ച ഈ ജ്യോതിപ്രയാണ യാത്ര ഇന്നിപ്പോൾ രാജ്യതലസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രൗഢോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന കാഴ്ചകൾ നേരത്തെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ഘോഷയാത്ര മയൂർ വിഹാറിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഡൽഹിയിൽ മയൂർ വിഹാറിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മറ്റന്നാൾ മുതലാണ്, ഒക്ടോബർ 6 മുതലാണ് വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന ആരംഭിക്കുന്നത്. അതിനുള്ള ദീപജ്യോതി കൊണ്ടുവരുന്നത് ഈ കുരുക്ഷേത്രയിൽ നിന്ന് ആണ്. അവിടെ നിന്നുള്ള ദീപജ്യോതി പ്രയാണം ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു. ആ ദീപജ്യോതി പ്രയാണം ഇപ്പോൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ഘോഷയാത്രയായിക്കൊണ്ട്, താലപ്പൊലിയായി ഘോഷയാത്രയായിക്കൊണ്ടാണ് ഈ ഒരു ദീപജ്യോതി പ്രയാണം ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുരുക്ഷേത്രയുടെ ഭൂമിയിൽ നിന്നും, ഭീഷ്മകുണ്ടിൽ നിന്നാണ്, അതായത് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഉത്ഭവ കേന്ദ്രത്തിൽ നിന്നാണ് ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയ്ക്കുള്ള ജ്യോതി കൊണ്ടുവരുന്നത്. ആ ജ്യോതി തെളിയിച്ചുകൊണ്ടായിരിക്കും, പകർന്നു നൽകിക്കൊണ്ടായിരിക്കും ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചനയ്ക്ക് തുടക്കമാവുക. ഈ ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന നവംബർ 2 വരെയാണ് ഈ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ക്ഷേത്രത്തിൽ പൂർത്തിയായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ വിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള കോടിയർച്ചന, അത് കേരളത്തിൽ നിന്നുള്ള വിവിധ ആചാര്യന്മാർ ഈ ഒരു പരിപാടിക്ക്, അല്ലെങ്കിൽ ഈ ഒരു സഹസ്രനാമ കോടി അർച്ചനയ്ക്ക് വേണ്ടി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള, കുരുക്ഷേത്രയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ദീപജ്യോതി, ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് ഈ ജ്യോതി കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്നാണ് ഈ ജ്യോതി തെളിയിച്ചിട്ടുള്ളത്. ആ ജ്യോതി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള രഥത്തിൽ ഇന്ന് രാവിലെയോടുകൂടി ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്ന് ഈ ജ്യോതി ഡൽഹിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ജ്യോതി പ്രയാണം ഇപ്പോൾ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ചേട്ടാ, ഇപ്പോൾ കുരുക്ഷേത്രയിൽ നിന്നുള്ള ദീപജ്യോതി മയൂർവിഹാർ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കോടി അർച്ചനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തയ്യാറായിരിക്കുകയാണോ? ഈ ക്ഷേത്രത്തിൽ കോടി അർച്ചനയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് ചേട്ടാ? കോടിയർച്ചനയുടെ തയ്യാറെടുപ്പ് എല്ലാം പൂർത്തിയായി. ഇതിന്റെ ഭീഷ്മകുണ്ടിൽ നിന്നുള്ള ജ്യോതി പ്രയാണമാണ് നിങ്ങൾ കാണുന്നത്. അത് തന്ത്രി നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുമ്പോഴേക്കും അവിടെ സ്വീകരിക്കുന്നതായിരിക്കും. 6-ാം തീയതി രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന എല്ലാ ചടങ്ങുകൾക്കും, എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. കൂടുതൽ ഭക്തന്മാരെ ഈ വർഷം പ്രതീക്ഷിക്കുന്നു. ഇത് ആദ്യമായിട്ടാണ് ഡൽഹിയിൽ വരുന്നത്. അപ്പം അതിൻ്റെ എല്ലാ ഭക്തിയോടുകൂടിയുള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നതായിരിക്കും. ഗൗതം, ഏതായാലും ഈ ദീപജ്യോതി പ്രയാണം ഇപ്പോൾ മയൂർവിഹാർ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അതിന് ലഭിക്കുന്ന സ്വീകരണമാണ് കണ്ടിട്ടുള്ളത്. ഭക്തരുടെ നേതൃത്വത്തിൽ രാവിലെ പുഷ്പവിഹാർ ക്ഷേത്രത്തിലും അർക്കേപുരം അയ്യപ്പ ക്ഷേത്രത്തിലും ഇപ്പോൾ ബാലാജി ഗണപതി ക്ഷേത്രത്തിലുമെല്ലാം തന്നെ സ്വീകരണത്തിന് ശേഷമാണ് മയൂർവിഹാർ ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിലേക്ക് ഭീഷ്മകുണ്ടിൽ നിന്നുള്ള ദീപജ്യോതി എത്തിയിട്ടുള്ളത്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഡൽഹി മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണല്ലോ. അപ്പോൾ ഈ യജ്ഞവുമായി ബന്ധപ്പെട്ട് വലിയൊരു കൂട്ടായ്മ വരും ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഒരുപക്ഷെ ഡൽഹിയിൽ ഏറ്റവും അധികം മലയാളികൾ വിശേഷ ദിവസങ്ങളിൽ എത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഉത്തര ഗുരുവായൂരപ്പൻ. ഗൗതം, തീർച്ചയായും മയൂർവിഹാറിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നുള്ളത് തൃശ്ശൂരിലെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏകദേശം അതേ മാതൃകയിൽ തയ്യാറാക്കിക്കൊണ്ടുള്ള ക്ഷേത്രമാണ്. മലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ഇവിടെയുള്ള ആളുകളെയും ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന ക്ഷേത്രം. വിവിധ പരിപാടികൾ, അത് ശ്രീകൃഷ്ണ ജയന്തിയും ഓണം, വിഷു തുടങ്ങി മലയാളികളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ, ആചാരങ്ങളാണെങ്കിലും അതല്ല മറ്റ് ദീപാവലി ഉൾപ്പെടെ മറ്റേത് ആഘോഷ പരിപാടികളിലും
ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഒത്തുചേരാനുള്ള ഒരു ഭൂമിയായി കൂടി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഡൽഹിയിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കൂട്ടായ്മ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അത് ഈ ഒരു ഘോഷയാത്രയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആളുകളും ഉൾപ്പെടെ ഈ ദീപജ്യോതിക്ക് സ്വീകരണം നൽകുന്നതിനായി എത്തിയിരുന്നു. ആ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും. ദീപാരാധനയുടെ സമയത്ത് കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ജ്യോതി ക്ഷേത്രത്തിലെ ജ്യോതിയിലേക്ക് പകർന്നു നൽകും. തുടർന്ന് ആ ജ്യോതിയിൽ നിന്നായിരിക്കും മറ്റന്നാൾ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചനയ്ക്ക് വേണ്ടിയുള്ള ദീപം തെളിയിക്കുക. അത്തരത്തിലൊരു ഘോഷയാത്രയാണ്, ദീപജ്യോതി ഘോഷയാത്രയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റന്നാൾ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മണ്ഡപത്തിലാണ് വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന ആരംഭിക്കുക. ഗൗതം. യെസ്, ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടിയാർച്ചന ആരംഭിക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായുള്ള ജ്യോതിപ്രയാണ യാത്ര കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ തീർത്ഥഭൂമിയായ കുരുക്ഷേത്രയിൽ നിന്നും ആരംഭിച്ചിരുന്നു. കുരുക്ഷേത്രയിലെ ഭീംഗുണ്ടിൽ നിന്നും ആരംഭിച്ച ആ ജ്യോതിപ്രയാണ യാത്ര ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു.